ജോസല്ലേ കുരുകുട്ടിയുള്ള പോക്കാണല്ലോ. അതിന്റെ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ട്. കോർപ്പറേഷൻ ജീവനക്കാരും ഒക്കെ തന്നെ നന്നായി പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. മാധ്യമങ്ങൾക്ക് ഇത് വിവാദം ഉണ്ടാക്കാൻ വേണ്ടി താല്പര്യം ഉണ്ടായിരിക്കും. അതിനാലും ഞാൻ നിന്ന് കരുതില്ല. ശിവൻകുട്ടിക്കൊക്കെ വലിയ രീതിയിൽ കുരുപൊട്ടൽ തുടങ്ങിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായി പൊങ്കാലയ്ക്ക് ശേഷമുള്ള വസ്തുക്കൾ കുന്നുകൂടി കിടക്കുന്നതായി കാണുന്നതിന് വേണ്ടി കഴിയുന്നു. എന്തായാലും ഇദ്ദേഹം തന്നെയാണല്ലോ തലേദിവസം ഭംഗിയായിട്ട് നടന്നു എന്ന് പറഞ്ഞത്. എന്നിട്ട് 24 മണിക്കൂർ മന്ത്രിക്ക് നിലപാട് മാറ്റേണ്ടി വന്നു. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. പൊങ്കാലയ്ക്ക് ശേഷം അടുത്ത ദിവസം രാവിലെ തന്നെ റോഡുകൾ മുഴുവൻ നടന്ന് നേരിട്ട് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണമല്ലോ വി ശിവൻകുട്ടി അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. ഏറ്റവും കാര്യക്ഷമമായി തന്നെ പൊങ്കാലയുമായി ബന്ധപ്പെട്ട ശുചീകരണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടത്താൻ സർക്കാരിന് സാധിച്ചു. പൊങ്കാലയും പൊങ്കാലയോടനുബന്ധിച്ചുള്ള ശുചീകരണ പ്രവർത്തനങ്ങളും കൃത്യമായി നിർവഹിക്കാൻ സർക്കാരിനെ സഹായിച്ച എല്ലാ ജനങ്ങളോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. എന്നോടൊപ്പം പ്രവർത്തിച്ച എല്ലാ സഹപ്രവർത്തകർക്കും നന്ദി എന്നൊക്കെ പറഞ്ഞ് എഴുതി മറിച്ചായിരുന്നു. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. അതിനുശേഷം ആരോ എവിടുന്നോ ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് എടുത്ത കുറെ ഫോട്ടോകൾ അണ്ണൻ അയച്ചു കൊടുത്തെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നത് അണ്ണന്റെ ശ്രദ്ധയിൽ ആരോ പെടുത്തി. ഏതായാലും പെട്ടിട്ടുണ്ട്. അണ്ണൻ അത് കണ്ടതിന് ശേഷം ഒന്ന് വയലന്റ് ആകുകയായിരുന്നു. എന്തുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ പോലെ ഉത്സവം കഴിഞ്ഞതിന് ശേഷം പൊങ്കാല കഴിഞ്ഞ ശേഷമുള്ള ശുചീകരണ പ്രവർത്തനം പൂർണ്ണമായി നടന്നില്ല? ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു റിപ്പോർട്ട് വരട്ടെ, വന്നിട്ട് നമുക്ക് ആലോചിക്കാം. ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞിട്ട് ഇതൊന്നും ക്ലീൻ ചെയ്യാതിട്ടിരുന്നത് ഉടൻ തന്നെ റിപ്പോർട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഇയാൾക്കൊന്നും ഒരു ഉളുപ്പില്ലേ? ഇതിവിടെയുള്ള ഓരോ മലയാളിയും സാധാരണക്കാരും ചോദിക്കുക. റെക്കോർഡ് വേഗതയിൽ, ഞാൻ അടിവരയിട്ട് പറയുന്നു, റെക്കോർഡ് വേഗതയിൽ 2:30 മണിക്ക് ആരംഭിച്ചു. 8:30 മണിയായപ്പോഴേക്കും പ്രധാനപ്പെട്ട റോഡുകളിലൊക്കെ തന്നെ ശുചീകരണം പൂർത്തിയാക്കി റോഡ് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഈ പറഞ്ഞ റെക്കോർഡ് വേഗതയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പ്രതികരിച്ച ശിവൻകുട്ടി അദ്ദേഹമാണ് ആവശ്യമില്ലാതെ ചെന്ന് ചൊറിയാൻ പോയത്. അപ്പൊ പൊതുസമൂഹത്തിൽ നിന്ന് അതിന് വലിയ പിന്തുണ കിട്ടിയപ്പോഴേക്കും മന്ത്രിയുടെ പാർട്ടിയും മന്ത്രിയും കൂടെ തീരുമാനിച്ചു അതിന്റെ ശോഭ കെടുത്തണം. ശിവൻകുട്ടി അദ്ദേഹമാണ് ആവശ്യമില്ലാതെ ചെന്ന് ചൊറിയാൻ പോയത്. നല്ല മാന്ത് കിട്ടും. ഇപ്പൊ പൊങ്കാല ഇടാൻ കൊണ്ടുവന്ന വിറകും അത്തരത്തിലുള്ള മാലിന്യങ്ങൾ മാറ്റുന്നതോടൊപ്പം തന്നെ ചുടുകല്ലും ഞങ്ങൾ അതേ സമയത്ത് തന്നെ മാറ്റിക്കൊണ്ടിരിക്കുക. നമുക്കറിയാം കഴിഞ്ഞ വർഷമൊക്കെ തന്നെ ഒരാഴ്ചക്കപ്പുറം ചുടുകല്ല് ഫുട്പാത്തിലൊക്കെ ഉണ്ടായിരുന്നു. ഞാനത് ഇതുവരെയുള്ള പത്രസമ്മേളനം അത് പറയാത്തതാണ്. വീണ്ടും മേയറുടെ വായിൽ കോലിട്ട് ഇളക്കിക്കൊണ്ടിരുന്ന ചുടുകല്ലിന്റെ ബാക്കി കഥകളും കൂടി മേയർക്ക് പറയേണ്ടതായിട്ട് വരും. 45 വർഷം അവരുടെ കയ്യിലിരുന്ന് അധികാരം നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു വേദന ഉണ്ടാകും. അത് മന്ത്രിയുടെ ആ വികാരമൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഞങ്ങളിപ്പോ പ്രകടമായി കണ്ട കാര്യങ്ങളെ സംബന്ധിച്ചാണ് പറഞ്ഞത്. ഈ വസ്തുത അംഗീകരിക്കണം. തോറ്റാൽ പിന്നെ വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട, തോറ്റായിട്ട് അംഗീകരിക്കണം. സമ്മതിക്കില്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. പ്രശ്നം അതാണല്ലോ, ഈ തോൽവി ഇപ്പോഴും ബഹുമാനപ്പെട്ട മന്ത്രി ഉൾപ്പെടെ തോറ്റത് ഇപ്പോഴും അംഗീകരിക്കാൻ തയ്യാറല്ല. എന്റെ പൊന്നു മേയറെ, അത് ചരിത്രത്തിൽ നടന്നിട്ടുണ്ടോ? നാവ് വളയ്ക്കുന്നത് നുണ പറയാനെന്നുള്ളതാ അവന്റെ തിയറി. തോറ്റു എന്ന് മുഖത്ത് നോക്കി ഇവരോട് ആവർത്തിച്ച് പറഞ്ഞാലും ഇല്ല, റിപ്പോർട്ട് ഇതുവരെ കിട്ടിയില്ല. LDFന്റെ അടിത്തറയിൽ കാര്യമായ മാറ്റം ഒന്നും ഉണ്ടായിട്ടില്ല. ബാക്കി കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് വിശദീകരിച്ച് പരിശോധിക്കേണ്ടതാണ്. ഈ തോൽവിയെ കുറിച്ച് വിശദമായിട്ട് ആരണ്ടൊക്കെ പഠിച്ച റിപ്പോർട്ട് മുന്നിൽ വന്ന് വായിച്ചതിന് ശേഷം മാത്രമേ അവർക്ക് ബോധ്യപ്പെടൂ. വൻ തോൽവി ഏറ്റുവാങ്ങിയിട്ടും CPM വിലയിരുത്തൽ സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ല. ഒരു കമ്മ്യൂണിസ്റ്റിന് പരാജയം എന്ന് പറയുന്നത് അത് അവസാനത്തെ പരാജയമാണെന്നോ വിജയം എന്ന് പറയുന്നത് അത് അവസാനത്തെ വിജയമാണോ എന്ന ഒരു തെറ്റിദ്ധാരണയുള്ളവരല്ല ഞങ്ങള്. ഏതായാലും കഴിഞ്ഞ പ്രാവശ്യം തോറ്റ കാര്യം ഇതുവരെ ബോധ്യപ്പെട്ടിട്ടില്ല. അടുത്ത തോൽവിയോടുകൂടി പൂർണ്ണമായിട്ടും ബോധ്യപ്പെടും. ഒരു സംശയവും വേണ്ട. ഇതേ രീതിയിൽ തന്നെ ഞങ്ങൾ മുന്നോട്ടേക്ക് പോയിട്ട് തെറ്റെല്ലാം തിരുത്തി ശരിയായ രീതിയിൽ ജനങ്ങളെ മുഴുവൻ മുന്നോട്ടേക്ക് നയിച്ച് അടുത്ത 26 ഏപ്രിൽ മെയ്യിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വരും. മനഃപൂർവ്വം ഗവൺമെന്റിന് ഏതെങ്കിലും തരത്തിൽ ഇതിൽ ഒരു ഉത്തരവാദിത്വം ഉണ്ടെന്നും ഗവൺമെന്റിന്റെ തലയിൽ കൊണ്ട് വെക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം ബോധപൂർവ്വം ആരെങ്കിലും നടത്തുന്നുണ്ടോ? എന്തുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ പോലെ ഉത്സവം കഴിഞ്ഞ ശേഷം പൊങ്കാല കഴിഞ്ഞ ശേഷമുള്ള ശുചീകരണ പ്രവർത്തനം പൂർണ്ണമായി നടന്നില്ല?
വന്ന് അടുത്ത കോമഡി. അദ്ദേഹം മേയറായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ ജനങ്ങൾ വേറെ മേയറെ തെരഞ്ഞെടുത്തിരിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ ഞാൻ മാറി പുതിയ മേയർ. അപ്പോൾ പുതിയൊരു മേയർ വരുമ്പോൾ പുതിയൊരു മേയർ വന്നുവെന്നും അവരെയാണ് ജനം തെരഞ്ഞെടുത്തിരിക്കുന്നതെന്നും പുതിയൊരു കോർപ്പറേഷൻ ഭരണസമിതി വന്നുവെന്നും അവരെയാണ് ജനങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്നതെന്നും അംഗീകരിക്കാൻ തയ്യാറാകണം. അത്ര പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ? കോടിക്കണക്കിന് വരുന്ന ആളുകളുടെ മുന്നിൽ വെച്ച് ഒരു കാര്യം ചെയ്ത അത് അംഗീകരിക്കാൻ തയ്യാറാകാത്ത ആളുകളാണ് ഇനി മാറി മാറി വരുന്ന ഭരണകർത്താക്കളെ അംഗീകരിക്കാൻ. അംഗീകാരം എന്നുള്ള ഒരു സംഭവം അവർക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അവരെ എല്ലാവരും അംഗീകരിക്കണം എന്ന് മാത്രം അവർക്കറിയാം. ഇതൊരു വല്ലാത്ത ജന്മം തന്നെ. അതെ, ഇതൊരു വല്ലാത്ത ജന്മം തന്നെയാ. ഞാൻ ഇതുവരെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അങ്ങനെ അംഗീകരിക്കാൻ വേണ്ടിയിട്ടാണ് ആ തൂക്കുന്നിടത്ത് പോയി നിന്ന് അവരെ ബുദ്ധിമുട്ടിച്ചതും അതിന് സൂപ്പർവേഷൻ വഹിച്ചതൊക്കെ ആരായിരുന്നു? നമ്മുടെ ശിവൻകുട്ടി അദ്ദേഹമായിരുന്നു. ഞാനൊരു വലിയ സംഭവം അല്ലേ? വേറെ ആരും ഇല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ 20 വർഷക്കാലം മറ്റേ ആറ്റുകാല പൊങ്കാല നടത്തിപ്പിൽ സഹകരിച്ചു പോകുന്നതാണ്. നന്നായിട്ട് പൊങ്കാലയോട് സഹകരിച്ചെന്ന് പറഞ്ഞു 3 പേരും നിരന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോ നന്നായിട്ട് വൈറലായിരുന്നു. ശിവൻകുട്ടി അദ്ദേഹവും പിന്നെ നമ്മുടെ വാസവൻ കൊച്ചാട്ടനും പിന്നെ നമ്മുടെ അനിലണ്ണനും 3 പേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒത കൊടുത്ത് നിൽക്കുന്നത് പോലെ താങ്ങിയും തടഞ്ഞും ഒക്കെ അവിടെ നിപ്പുണ്ടായിരുന്നു. എന്തിനു മുന്നിൽ കയറി നിരന്ന് നിന്നെന്ന് ആർക്കും അറിയത്തില്ല. ഇനി പിന്നെ പൊങ്കാലയുടെ സമയത്തെ കാറ്റടിച്ച് തീ കെടാതിരിക്കാൻ വേണ്ടി 3നെ നിരത്തി മതിൽ പോലെ നിർത്തിയതാണോ എന്നും സംശയമുണ്ട്. പല സ്ഥലങ്ങളിലും കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായി പൊങ്കാലയ്ക്ക് ശേഷമുള്ള വസ്തുക്കൾ കുന്നുകൂടി കിടക്കുന്നതായി കാണുന്നതിന് വേണ്ടി ഒരു കുഞ്ഞുവാവ ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾ മുന്നിലിരുത്തി ബാക്കിൽ കൂടെ ഭരിച്ച കുഞ്ഞുവാവ. എന്താ ഉറക്കം വരുന്നു? ഭരിച്ചു ഇത്രയും കൊല്ലം കൊണ്ട് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുമല്ലേ? കോർപ്പറേഷനിൽ ചെയ്യാൻ ഇനി വികസന പ്രവർത്തനങ്ങളൊന്നും ബാക്കിയില്ലെന്നല്ലേ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പൊ പിന്നെ പുതിയ കയറിയ ആളുകളെ എന്തിന്റെ പേരില്ല വിമർശിക്കുന്നത്? ഇവർക്ക് 10 കൊല്ലം കഴിഞ്ഞിട്ട് ഒന്നും ചെയ്യാനും പറയാനും ഒന്നുമില്ല. അങ്ങനെ തർക്കത്തിനൊന്നും വരണ്ട. നിങ്ങൾ വികസിപ്പിച്ച് വെച്ചിരിക്കുകയല്ലേ. അപ്പൊ ഇനി കയറുന്നവർ വെറുതെ ആ കോർപ്പറേഷന്റെ മേയറുടെ കസേര കയറി ഇരുന്നാ പോരെ? എന്തിന്റെ പേരിലാണ് വിമർശിക്കുന്നത്? അങ്ങനെ തർക്കത്തിനൊന്നും വരണ്ട. ഇപ്പോൾ നടക്കുന്നത് ഒരു ഭരണനാട്യമാണ്. ഭരതനാട്യം നമ്മൾ കേട്ടിട്ടുണ്ട്. CPM കോൺഗ്രസ് ഇപ്പൊ ചെയ്യുന്നത് ഒരു ഭരണനാട്യം. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കുന്നത്? വായും വെച്ച് മിണ്ടായിരുന്നാ പോരെ? എന്തിനാ ഇവരുടെയൊക്കെ വായിരിക്കുന്ന കേൾക്കാൻ ചെന്ന് കയറുന്നത്? ഗവൺമെന്റിന് എല്ലാ ജോലിയും ചെയ്യാനുള്ള ഉത്തരവാദിത്വമുണ്ട്. ഇതിപ്പോഴെങ്കിലും ഒന്ന് സമ്മതിച്ചു തന്നല്ലോ. എല്ലാം ചെയ്യാനുള്ള ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്വം എന്നുള്ളത് കൊണ്ട് ഇവിടെ ഈ സന്ദർഭത്തിൽ അണ്ണൻ ഉദ്ദേശിച്ചത് അധികാരമുണ്ട് എന്നാണ്. ഉത്തരവാദിത്വം എന്നായി പോയെന്നേ ഉള്ളൂ അറിയാതെ. ഇങ്ങോട്ട് ഇരുന്നാട്ടെ. ഹരിതകർമ്മസേനയുടെ പണി വരെ നിങ്ങൾ ചെയ്യണമെന്ന് എൻ്റെ ഒരു ഇത്. നിങ്ങൾക്കാകുമ്പോൾ കാര്യക്ഷമമായിട്ട് അത് ചെയ്യാൻ പറ്റും. കാരണം അധികാര അവകാശം നിങ്ങളുടെ കയ്യിലിരിക്കുകയല്ലേ. അതല്ല ഉദ്ദേശം. എന്തിനു കൂടുതൽ പറയുന്നത്? തൊഴിലുറപ്പ് തന്നെ നിങ്ങളുടെ കൊച്ചാണെന്നല്ലേ പറഞ്ഞത്? അപ്പൊ അവിടെ തൂമ്പ കൊണ്ട് കിളച്ച ആ തൂമ്പയെ പറ്റുന്ന മണ്ണ് വരെ ചെളി വരെ കഴുകി കളയാനുള്ള അധികാരം നിങ്ങൾക്ക് മാത്രമാ. നാളെ തൊട്ട് ഇതിനെ ഇറങ്ങി തിരിച്ച് പ്രതികാരം ചെയ്യണമെന്നാ. വീടുകളുടെ അടുക്കളകളിൽ കയറി പാത്രം കഴുകിയാൽ മാത്രം പോരാ. അതിന് മാത്രമുള്ള അധികാരമല്ല, മുറ്റമടിക്കാനുള്ള അധികാരം, വീടിനകം തുടയ്ക്കാനുള്ള അധികാരം, ആ വീട്ടിലുള്ളവർക്ക് ചെലവിന് കൊടുക്കേണ്ട അധികാരം, എല്ലാ അധികാരങ്ങളും നിങ്ങൾക്കുണ്ട്. ആ അധികാരങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് വിനിയോഗിക്കണമെന്ന് തന്നെ ഞങ്ങൾക്കും പറയാനുള്ളത്. മേയറെ ഒരു പാഠം പഠിപ്പിക്കണമെന്നാ. ആഹാ, ഇന്നലെ ഇങ്ങോട്ട് കയറി വന്ന ഒരാൾ ഹീറോ ആയാൽ നമ്മൾ സമ്മതിക്കാവോ? അങ്ങനെ തർക്കത്തിനൊന്നും വരണ്ട. ഗവൺമെന്റിന് എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നതിന് വേണ്ടിയുള്ള അധികാര അവകാശങ്ങളുണ്ട്. ഇനി മുക്കണ്ടെണ്ണ പയ്യെ സംസാരിക്കും. ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എൻ്റെ വിഷമം? എല്ലാ കാര്യങ്ങളിലും ഇടപെടാനുള്ള അവകാശം ഉണ്ടെണ്ണ. ജനങ്ങൾ ഏത് കളറിലെ തുണി ഉടുക്കണം, ഏത് സമയത്ത് സ്വാതന്ത്ര്യമായിട്ട് റോഡിൽ കൂടെ വണ്ടിയും കൊണ്ട് ഇറങ്ങണം, ഏത് സമയത്ത് രക്ഷാപ്രവർത്തനം നമ്മൾ കൃത്യമായിട്ട് ഏറ്റുവാങ്ങണം തുടങ്ങിയ എല്ലാ കാര്യത്തിലും ഇടപെടാനുള്ള ഒരു അവകാശം, അധികാരം സർക്കാരിനുണ്ട്. ജനങ്ങളുടെ കഞ്ഞിയിൽ നമ്മൾ കൃത്യമായിട്ട് മണ്ണുവാരി ഇടുന്നില്ലേ? ജീവിക്കാൻ അനുവദിക്കാതിരിക്കാനുള്ള എല്ലാ ഇടപെടലുകളും കൃത്യമായിട്ട് നടത്തുന്നില്ലേ? ആഹാ, ബ്യൂട്ടിഫുൾ. വെറും 3 വർഷം കൊണ്ട് ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കി എടുത്ത് എന്റെ കൂട്ടാ. ഗവൺമെന്റിന് നല്ല ബോധ്യമുണ്ട് ഏതെല്ലാം കാര്യങ്ങൾ ഇടപെടണം, ഏതെല്ലാം കാര്യങ്ങളിൽ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവണം. ഏതെല്ലാം നല്ലണ്ണ, ആരുടെയെല്ലാം കാര്യങ്ങൾ പരിഗണിക്കണം, ആരുടെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കണം, ആർക്കൊക്കെ പണി കൊടുക്കണം, ആരെയൊക്കെ തഴയണം, ഇങ്ങനെയുള്ള ഓരോരുത്തരെയും സംബന്ധിച്ച ധാരണയുടെ കാര്യത്തിൽ ഈ സർക്കാരിനെ ഒട്ടും പിന്നോട്ട് നിർത്താൻ പറ്റത്തില്ല. ആർക്കൊക്കെ ചെയ്യണം അവർക്കൊക്കെ നിങ്ങൾ ചെയ്യത്തുള്ളൂ. അത് ഞങ്ങൾക്കെല്ലാം അറിയാം. അണ്ണൻ ചുമ്മാ ഇതിനൊന്നും മറുപടി പറഞ്ഞ അണ്ണന്റെ വിലപ്പെട്ട സമയം വേസ്റ്റ് ആക്കാതിരിക്കരുത്. അത് ശരി. അപ്പൊ ഇവിടെ ആർക്കും എന്നെ വിശ്വാസമില്ലേ? എന്തെല്ലാം അവകാശങ്ങൾ ഗവൺമെന്റ് ഉണ്ടെന്നുള്ളവരും
ഗവൺമെന്റ് എല്ലാ മന്ത്രിമാർക്കും നല്ല ബോധമുണ്ട്. അത് നീ തെളിയല്ലോ, ഒരുപാട് തെളിയല്ലേ. നിങ്ങളുടെ ബോധത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ട് അതും പറയാതിരിക്കുന്നതല്ലേ ഭേദം. വിദ്യാഭ്യാസ വകുപ്പിന്റെ കാര്യം ഭംഗിയായിട്ട് നോക്കട്ടെ. അത് വളരെ ഭംഗിയായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. എഴുതി കിട്ടാനുള്ള ഒരു താമസമേ ഉള്ളൂ. കൃത്യമായിട്ട് കണ്ണട വെച്ച് ഇപ്പം കറക്റ്റായിട്ട് വായിക്കുന്നുണ്ട്. തുപ്പല് തൊട്ട് മറിച്ചാണെങ്കിലും തപ്പിത്തറഞ്ഞാണെങ്കിലും കാര്യങ്ങൾ മൈക്കിൽ കൂടെ ജനങ്ങളിൽ എത്തിക്കുന്നുണ്ട്. ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. തൊഴിൽ വകുപ്പിന്റെ കാര്യം പിന്നെ പറയണ്ട. ബംഗാളികളുടെ കാണപ്പെട്ട ദൈവമാണ് ശിവൻകുട്ടി അദ്ദേഹം. ബംഗാളികൾക്ക് ഇവിടെ തൊഴിൽ കൊടുക്കുന്നതിൽ ശിവൻകുട്ടി അദ്ദേഹം വഹിച്ച ഒരു പങ്കുണ്ടല്ലോ, ഒരു തൊഴിൽ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ. ഗോവിന്ദൻ മാസ്റ്റർക്ക് ശേഷം അവര് പൊന്നാട അണിയിച്ച് ആദരിക്കാൻ പോകുന്നത് ശിവൻകുട്ടി അദ്ദേഹത്തെയാണെന്നാണ് കേൾക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പിന്റെ കാര്യം ഭംഗിയായിട്ട് നോക്കട്ടെ. കോർപ്പറേഷന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.